ദൈവത്തെ നമ്മൾ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ടോ കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ എണ്ണം ഒരു ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ ഒരു വിവാദ വിഷയമൊക്കെ ആവുന്നത്. ദൈവത്തെ ഒരു അമൂർത്ത സങ്കല്പമായിട്ട് കാണുകയാണെങ്കിൽ ദൈവത്തിനെ നമ്മൾ 1, 2, 3 എന്ന് എണ്ണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എണ്ണാൻ പറ്റുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്ന ഒരു വ്യക്തിയോ ആയിട്ട് ദൈവത്തെ കാണുന്നത് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ചിന്തയാണ്. എന്നാൽ ഇതേ ആളുകൾ തന്നെ ദൈവം ഇന്ന് അമൂർത്തമാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ദൈവസ്നേഹം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അമൂർത്ത ആശയമാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഏകൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. സ്നേഹം ഏകനാണ്, അവനാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ അവൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുരുഷനായ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അവൻ ഏകനാണെന്ന് പറയുമ്പോൾ ഒരു ഒറ്റയാനായിട്ടുള്ള ഒരു പുരുഷനെയാണ് ഇവിടെ സങ്കല്പിക്കുന്നത്. അത് ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ആശയമാണ് എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള സങ്കുചിതമായ ദൈവവിശ്വാസമാണ് ആധുനിക ജനാധിപത്യ യുഗത്തിൽ മനുഷ്യരെ ഈ വർഗീയതയിലേക്കും സങ്കുചിതത്വത്തിലേക്കും അതുപോലെയുള്ള പഴയ ഗോത്രീയ ചിന്തകളിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നതും അതനുസരിച്ച് സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നതും. ഈ ഏകദൈവ ശാഠ്യമാണെന്ന് ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. അപ്പോൾ ഏകൻ എന്ന് പറയുന്ന ഈ ഒരു സിഫത്ത് ഒരു വികലമായ സങ്കല്പമാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ദൈവം എണ്ണാൻ പറ്റുന്ന ഒരു വസ്തുവല്ല എന്ന് ചിന്തിക്കാനുള്ള ബൗദ്ധിക വികാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ എണ്ണം ചർച്ചാ വിഷയമാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ബോധ്യപ്പെടും.